അല്ലെ? ശിഖിധ്വജോപാഖ്യാനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ കുംഭന്റെ വേഷത്തിൽ വന്ന ചൂടാല രാജാവിനെ കൊണ്ട് തന്നെ രാജാവിന്റെ സംശയങ്ങളൊക്കെ രാജാവിനെ കൊണ്ട് തന്നെ വിചാരം ചെയ്യിച്ച് ആ സംശയങ്ങള് തീർക്കുകയാണ്. അപ്പൊ അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഉള്ളിൽ ബോധ്യം വന്നു. അപ്പൊ തന്റെ സന്തോഷത്തെ പുറമേക്ക് പ്രകടമാക്കി അദ്ദേഹം. എന്നിട്ട് പറയണ, വളരെ കാലമായി ഞാൻ മുഴുകിക്കിടന്ന ആ അജ്ഞാനമാകുന്ന ഉറക്കത്തിൽ നിന്ന് ഞാനിപ്പോ ഉണർന്നിരിക്കുന്നു എന്ന് പറയും. എന്റെ മായാഗ്രന്ഥി എല്ലാം പൊട്ടി, ഈ ജഗത്തില്ലാത്താണെന്ന് എനിക്ക് ബോധ്യായി. അപ്പോ പദാർത്ഥങ്ങളെ കുറിച്ച് സങ്കല്പിക്കുന്നതുകൊണ്ടാണ് എനിക്കത് ഉള്ളതായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി ഒരു പദാർത്ഥത്തെ കുറിച്ചും ചിന്തിക്കാതെ അതിനെല്ലാം ഉള്ളിൽ നിന്ന് നീക്കം ചെയ്ത് ആകാശത്തെ പോലെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയാം. അപ്പൊ വളരെ കാലമായിട്ട് കാലത്തിനെ കുറിച്ചുള്ള ചിന്തകൾ, ദേശം, പദാർത്ഥങ്ങൾ, ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ആത്മതത്വം ഉണർത്തപ്പെട്ടു. ആ സ്വരൂപമായ ആ ബ്രഹ്മവുമായി ഞാൻ ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അതുകൊണ്ടുള്ള ഒരു തന്റെ അനുഭൂതി, തന്റെ ചാരിതാർത്ഥം, ഇതൊക്കെ രാജാവ് അറിയിക്കുകയാണ്, കുംഭനെ അറിയിക്കുകയാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയാം, രാമ, കുംഭന്റെ കുംഭവേഷധാരിണിയായ ചുടാലയുടെ ആ ജ്ഞാനം, ഉപദേശം കൊണ്ട് വളരെ കാലമായിട്ട് മായയിൽ കുടുങ്ങിക്കിടന്ന, അജ്ഞാനത്തിൽ മുഴുകിക്കിടന്നിരുന്ന ശിഖധ്വജനില് ഉണർവ് വന്നു എന്ന് പറയാം. ആ അജ്ഞാനത്തിൽ നിന്ന് ശിഖധ്വജ മഹാരാജാവ് അദ്ദേഹം പുറത്തു കിടന്നു, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണർവ് വന്നു എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്തം ഈ സംസാരത്തിൽ നിന്നൊക്കെ വിട്ടു, എല്ലാം നിവർത്തിച്ച് തന്നിൽ തന്നെ രമിക്കാൻ തുടങ്ങി, ആത്മതത്വത്തിൽ രമിക്കാൻ തുടങ്ങി എന്ന് പറയണം വസിഷ്ഠ മഹർഷി ശ്രീരാമനോട്. അപ്പൊ മനസ്സടങ്ങി എല്ലാ ചിന്തകളും അടങ്ങി ആ ഉപശമം അദ്ദേഹം അനുഭവിക്കും. അപ്പൊ മനസ്സടങ്ങിയതോടുകൂടി അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണടഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലോ, നമ്മൾ ചില അനുഭൂതി നമ്മൾക്ക് അനുഭവിക്കുന്ന സമയത്ത് നമ്മളും അറിയാതെ കണ്ണടയാറുണ്ട്. ശരിയല്ലേ? നമ്മളിങ്ങനെ കണ്ണടച്ചു, ആ ഒരു സുഖത്തില്, ആ ഒരു അനുഭൂതിയിൽ അങ്ങനെ കണ്ണ് തനിയെ അടഞ്ഞു. അപ്പൊ ഇതേപോലെ ഇദ്ദേഹത്തിന്റെ മനസ്സടങ്ങിയപ്പോ അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണടഞ്ഞു, അദ്ദേഹം സമാധിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം സമാധി അവസ്ഥ, കുംഭന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ കുംഭന്റെ ഉപദേശം കേട്ടതോടുകൂടി അദ്ദേഹം ആ ഒരു സമാധി അവസ്ഥ അനുഭവിക്കാൻ തുടങ്ങി രാജാവ്. പക്ഷെ അധിക സമയം അങ്ങനെ സമാധി അവസ്ഥയിൽ ഇരിക്കാൻ പറ്റിയില്ല. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് രാജാവ് കണ്ണു തുറന്നു. രാജാവ് സമാധിയിൽ നിന്ന് പുറത്തു വന്നു, കണ്ണു തുറന്നു. അപ്പോ ചൂടാല, കുംഭന്റെ വേഷത്തിൽ ധരിച്ചു വന്ന ചൂടാല രാജാവിനോട് ചോദിക്കുകയാണ്, രാജാവേ, സമാധി അനുഭവിക്കുന്ന ജ്ഞാനികള്, സമാധി സ്ഥിതിയിൽ വിശ്രമിക്കുന്ന ജ്ഞാനികള് എവിടെയാണോ വിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പദം, ആ സ്ഥാനം എന്ന് പറയുന്നത്, ജ്ഞാനികള് അനുഭവിക്കുന്ന ആ സമാധി സ്ഥാനം എന്ന് പറയുന്നത് വളരെ മൃദുവാണ്, വളരെ സോഫ്റ്റ് ആണ്, വളരെ ശാന്തമാണ്, വളരെ നിർമ്മലമാണ്. അവിടെ യാതൊരു കളങ്കവുമില്ല, ഒരു മാലിന്യങ്ങളും ഇല്ലാത്തതാണ്. ആ ഒരു ബ്രഹ്മപദത്തിലാണ് സമാധി അനുഭവിക്കുന്ന ജ്ഞാനികൾ വിശ്രമിക്കുന്നത്. ചോദിക്കുകയാണ്, ആ ഒരു പരമമായ സ്ഥാനത്ത് അങ്ങും കുറച്ചു സമയം സുഖമായി വിശ്രമിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് രാജാവിനോട്. കുറച്ചു സമയത്തേക്ക് അങ്ങേക്കും ആ ഒരു സ്ഥാനത്ത് ഇരുന്ന് വിശ്രമിക്കാൻ സാധിച്ചില്ലേ? അങ്ങയുടെ ഉള്ളില് എല്ലാ ചിത്തവിഭ്രാന്തിയും നീങ്ങിപ്പോകാൻ തക്കവണ്ണമുള്ള ബോധം അകത്ത് പ്രകാശിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. ആ ഒരു ജ്ഞാനം ഉണ്ടായില്ലേ എന്ന് ചോദിക്കും. അറിയേണ്ടതിനെയൊക്കെ അങ്ങ് അറിഞ്ഞില്ലേ, കാണേണ്ടതിനെ കണ്ടില്ലേ എന്ന് രാജാവിനോട് ചോദിക്കുകയാണ് കുംഭൻ. രാജാവിന് തിരിച്ചു പറയാൻ വാക്കുകൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു. കുംഭനോട് തന്റെ നന്ദി അറിയിക്കാൻ രാജാവിന് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറയും. അപ്പൊ രാജാവ് പറയണം, അങ്ങ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് പറയണം. ആരോടാ പറയണം? സ്വന്തം ഭാര്യയോടാ പറയണം. അറിഞ്ഞിട്ടില്ല അല്ല. അപ്പൊ കുംഭനോട് പറയാണ്, അങ്ങ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങയുടെ അനുഗ്രഹം വേണ്ട പോലെ എനിക്ക് ലഭിച്ചതുകൊണ്ട് ആ എല്ലാറ്റിലും വെച്ചു ഏറ്റവും മഹത്വം നിറഞ്ഞ ആ ദിവ്യമായ
ആ പരമപദത്തെ ഞാൻ അനുഭവിച്ചു, അതിനെ ഞാൻ കണ്ടു എന്ന് പറയുക. എന്നിട്ട് പറയണം, അല്ലെങ്കിൽ തന്നെ എല്ലാം അറിഞ്ഞ ജ്ഞാനികളായ മഹാത്മാക്കളുമായുള്ള സത്സംഗം കൊണ്ട് അവരുമായി ചേർന്നിരിക്കുമ്പോൾ ഈ ലോകത്ത് എന്താണ് സാധിക്കാത്തത് എന്ന് ചോദിക്കണ രാജാവ് കുമ്മനം. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കളിൽ ഏറ്റവും മുന്നിലാണ് അങ്ങ് നിൽക്കുന്നത് എന്ന് ഞാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള അങ്ങയുമായുള്ള കുറച്ച് നേരത്തെ സത്സംഗം, ആ ഒരു കൂടിക്കാഴ്ച കൊണ്ട് തന്നെ ഞാൻ ചരിതാർത്ഥം അനുഭവിക്കും, ഞാൻ ധന്യനായി എന്ന് രാജാവ് പറയാം. അപ്പൊ വേറെ എന്ത് ചെയ്താലും വേറൊന്നുകൊണ്ടും കിട്ടാൻ കഴിയാത്ത വളരെ ദിവ്യമായ ഒരു അമൃതമാണ് അവിടുന്ന് എനിക്ക് അനുഗ്രഹിച്ചു തന്നത് എന്നിട്ട് ചോദിക്കുകയാണ്. പക്ഷെ ഈ ഒരു സത്യം, ഈ ഒരു അനുഭവം എനിക്ക് ഇത്ര കാലം എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിക്കണം. അപ്പൊ ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ഞാൻ അറിയാതിരിക്കാൻ എന്താ കാരണം? ഇതാണ് ആലോചിക്കണമെന്ന് പറയും. അപ്പൊ രാജാവ് തോറ കുംഭം പറയാണ്, പണ്ട് ശ്രീനിവാസൻ മോഹൻലാലിനോട് പറഞ്ഞ മാതിരി എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞില്ലേ. അതേപോലെ കുംഭൻ രാജാവിനോട് പറയാണ്, രാജാവേ, ഗുരുവിന്റെ ഉപദേശവും ഫലിക്കണമെങ്കിൽ അതിന്റെ സമയമാവണം എന്ന് പറയണം. വേണ്ട സമയത്തെ ഗുരുവിന്റെ ഉപദേശം ഉള്ളിൽ ഫലിക്കുള്ളൂ. അപ്പൊ എപ്പോഴാണ് ഗുരുവിന്റെ ആചാര്യന്റെ ഉപദേശം നമ്മളുടെ ബോധത്തില് ശരിക്കും പതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് ശാന്തമാണ്, ചിത്തം ശാന്തമാവണം, എല്ലാ ആഗ്രഹങ്ങളും അടങ്ങണം, ഒന്നിനോടും ഒരു ആഗ്രഹമില്ലാത്ത അവസ്ഥ വരണം, ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങും, അജ്ഞാനമൊക്കെ നീങ്ങുമ്പോഴാണ് ഗുരുവിന്റെ ഉപദേശം ശരിക്കും നമ്മളുടെ ഉള്ളിൽ പതിയുള്ളൂ എന്നാണ് പറയുന്നത്. അതുവരെ ഉപദേശമൊക്കെ നമ്മൾ കേൾക്കും, പക്ഷെ ശരിക്കും അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം മനസ്സ് ശാന്തമായിട്ടില്ല, ആഗ്രഹമില്ലാതായിട്ടില്ല, ഇന്ദ്രിയങ്ങൾ അടങ്ങിയിട്ടില്ല, അജ്ഞാനം നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഗുരുവിന്റെ ഉപദേശം ഉണ്ടെങ്കിലും അത് എഫക്റ്റീവ് ആവില്ല എന്ന് പറയും. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെളുത്ത തുണിയില്, അല്ലെ, വെളുത്ത ഒരു വസ്ത്രത്തില് ഒരു മാലിന്യങ്ങളും ഇല്ല. ആ വസ്ത്രത്തില് ഒരു തുള്ളി കളർ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കാണിക്കും, അല്ലെ? ശരിയല്ല, പെട്ടെന്ന് എടുത്തു കാണിക്കാൻ പറ്റും. പക്ഷെ നിറയെ ചളി പുരണ്ട ഒരു വസ്ത്രമാണെന്ന് വിചാരിക്കുക, അതിലിപ്പോ ഒരു തുള്ളി കളർ ചേർത്താന്നും അറിയാൻ പോണില്ല. ശരിയല്ലേ? അതേപോലെ ഗുരുവിന്റെ ഉപദേശം നമ്മളുള്ളിൽ ശരിക്കും ക്ലിക്കാവണമെങ്കിൽ ഉള്ളിൽ ശുദ്ധി ഉണ്ടാവണം എന്ന് പറയും. നമ്മുടെ പ്രജ്ഞ നിർമ്മലമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം. അപ്പൊ ആ ഒരു അവസ്ഥ അങ്ങക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതുവരെയും ആ ഒരു അനുഭവം അങ്ങക്ക് ഉണ്ടാവാതിരിക്കാൻ കാരണം, ആ ഒരു പരമപദം അങ്ങക്ക് അറിയാൻ സാധിക്കാതിരിക്കാനുള്ള കാരണം അതാണ് എന്ന് പറയും. അപ്പൊ ആ പ്രജ്ഞയ്ക്ക് രണ്ട് ദൃഷ്ടികളുണ്ട്. ഒന്ന് ദ്വിത്വം, രണ്ടായി കാണുന്നത്, പിന്നൊന്ന് ഏകത്വം, ഒന്ന് മാത്രം കാണും. അത് രണ്ടും ഇല്ലാതാവലാണ്, രണ്ടും ലയിച്ചു ചേരലാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ആ അദ്വൈതവും ദ്വൈതവും ഇല്ലാത്തൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അത് രണ്ടും ലയിച്ചു ചേരുന്ന അതാണ് പരമമായ പദം, അതാണ് പരമമായ സ്ഥാനം എന്ന് പറയുന്നത്. ഇത് പറയുന്നത്. ഏതായാലും രാജാവേ, ഇപ്പോഴെങ്കിലും ഭാഗ്യം കൊണ്ട് അങ്ങ് മുക്തനായല്ലോ, അങ്ങേക്ക് ജ്ഞാനം നേടാൻ സാധിച്ചല്ലോ എന്ന് പറയുന്നു. അതുകൊണ്ട് ഇനി അങ്ങ് ചിത്തത്തെ പൂർണ്ണമായി ലയിപ്പിച്ച് സ്വന്തം സ്വരൂപത്തില് സ്ഥിതി ചെയ്യൂ എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ഏകാന്ത നിഷ്ഠനായിട്ട് സ്വന്തം സ്വരൂപത്തിൽ അങ്ങ് സ്ഥിതി ചെയ്തോളൂ എന്ന് കുംഭം പറഞ്ഞപ്പോ രാജാവ് ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഇവിടെ. എന്താണെന്നറിയാമോ? അപ്പൊ ജ്ഞാനികൾക്ക് ചിത്തമില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. പക്ഷെ അത് ശിഖിതജോപാഖ്യാനത്തിൽ, അതുകൊണ്ട് ശിഖിതജൻ അത് കേട്ടിട്ടില്ല. അതുകൊണ്ട് രാജാവ് ചോദിക്കണം, ജ്ഞാനികൾക്ക് ചിത്തമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മഹാത്മാക്കളായ ജ്ഞാനികൾ, ജീവൻ മുക്തന്മാര് എങ്ങനെയാണ് ഈ മനസ്സില്ലാതെ, ചിത്തമില്ലാതെ ലോകത്തിൽ ജീവിക്കുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും. അപ്പൊ അതിന് കുംഭൻ മറുപടി പറയാണ്, ഇപ്പൊ ചിത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വാസനകളാണ്. വാസനകൾ എന്ന് പറഞ്ഞാൽ ഈ വാസനകളാണ് ജനനങ്ങളെയും മരണങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്നത്. വാസനകളാണ് ഈ സംസാരത്തില് അനുഭവങ്ങളൊക്കെ വളർത്തുന്നത്. വാസനകളാണ്. ഈ വാസനകളെ തന്നെയാണ് ചിത്തം എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനികളെ സംബന്ധിച്ച്, ജീവൻ മുക്തന്മാരെ സംബന്ധിച്ച് ഒരിക്കലും ഇങ്ങനെയുള്ള വാസനകൾ ഉണ്ടാവില്ല എന്നാണ്.
അവർക്ക് വാസനകൾ ഉണ്ടാവും. പക്ഷെ അത് ഈ തൽക്കാലം ആ ശരീരം നിലനിർത്താനുള്ള വാസനകളാണ് ഉണ്ടാവുക. ഇപ്പോഴത്തെ പ്രാരബ്ധം അനുഭവിക്കാനുള്ള വാസനകൾ ഉണ്ടാവും. അതിന് ചിത്തം എന്ന് പറയില്ല. അപ്പൊ ജ്ഞാനികളുടെ ചിത്തത്തെ സത്വം എന്നാണ് പറയുക. അപ്പൊ ഈ സത്വം എന്ന് പറയുന്ന ഒരിക്കലും അടുത്ത ജന്മത്തെ ഉണ്ടാക്കില്ല, ഈ സംസാരത്തെ വളർത്തൂല. ചിത്തമാണ്, സാധാരണക്കാരായ ആളുകളുടെ ചിത്തമാണ് ഈ നിരവധി ജന്മങ്ങളെ ഉണ്ടാക്കുന്നത്, ഈ സംസാരത്തെ വളർത്തും. അപ്പൊ അറിവില്ലാത്തവരുടെ ചിത്തത്തിനെയാണ് ചിത്തം എന്ന് പറയുക. ജ്ഞാനികളുടെ ചിത്തത്തെ സത്വം എന്നാണ് പറയുക. അതുകൊണ്ട് അപകടമില്ല എന്ന് പറയാം. അപ്പൊ സത്വം കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ജ്ഞാനികൾക്ക് ഒരു തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഒന്നിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. കാരണം അത് സത്വമാണ് അവരുടെ ചിത്തം, മനസ്സ്. അതുകൊണ്ട് ഒന്നിനോടും അറ്റാച്ച്ഡ് ആവില്ല എന്നുണ്ട്. രാഗദ്വേഷങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ അവര് ജീവിക്കുന്നത്, ലോകത്തിൽ ജീവിക്കുന്ന സാധാരണ ആളുകളെ പോലെ തന്നെ ആയിരിക്കും, അല്ലെ? സാധാരണക്കാർ അവര് കണ്ടാൽ അറിയൊന്നുമില്ല, തിരിച്ചറിയൊന്നുമില്ല. ഞാൻ ജീവൻ മുക്തർ പറഞ്ഞ 2 കൊമ്പൊന്നും മുളക്കില്ല, കണ്ട വേർതിരിച്ച് അറിഞ്ഞോളന്നില്ല. സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ തന്നെ അവര് ജീവിക്കുന്നുണ്ടാവും, അല്ലെ? അവര് തിരിച്ചറിയാൻ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, എന്താണ്, ബിഫോർ എൻലൈറ്റൻമെന്റ് ഹി ചോപ്സ് വുഡ് ആൻഡ് ക്യാരീസ് വാട്ടർ. എൻലൈറ്റൻമെന്റിന് മുമ്പ് അദ്ദേഹം വിറക് വെട്ടിയിരുന്നു, വെള്ളം കോരിയിരുന്നു. എൻലൈറ്റ്മെന്റിന് ശേഷവും അദ്ദേഹം വിറക് വെട്ടിയിരുന്നു, വെള്ളം കോരിയിരുന്നു. എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പണിയൊക്കെ ഒരേപോലെ തന്നെയാണ്, സാധാരണക്കാരെ പോലെ തന്നെ. പക്ഷെ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഉള്ളില്. അപ്പൊ ജ്ഞാനികള്, ജീവൻ മുക്തന്മാരും സാധാരണ ആളുകളെ പോലത്തെ തന്നെയാണ് ജീവിക്കുക. അങ്ങനെ തോന്നും മറ്റുള്ളവർക്ക്. പക്ഷെ അവരുടെ അനുഭവത്തിന് വളരെ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അറിവില്ലാത്ത ആളുകള്, സാധാരണക്കാരായ ആളുകള്, അജ്ഞതയിൽ മുഴുകി കിടക്കുന്ന ആളുകള് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ടാണ് പദാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അജ്ഞാനികളുടെ, അറിവില്ലാത്തവരുടെ മനസ്സ് എപ്പോഴും പദാർത്ഥങ്ങൾ, പല കാര്യങ്ങളും നിറഞ്ഞിരിക്കും ഉള്ളിൽ. രാഗദ്വേഷങ്ങൾ നിറഞ്ഞിരിക്കും, അല്ലെ? രാഗദ്വേഷം നിറഞ്ഞിരിക്കുന്നതാണ് സാധാരണക്കാരുകളുടെ ചിത്തം. പക്ഷെ ജ്ഞാനികളെ സംബന്ധിച്ച് അവരുടെ ചിത്തം ചലിക്കില്ല എന്നാണ്, അത് ചഞ്ചലമാവില്ല, പദാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാഗദ്വേഷങ്ങളും അവർക്ക് ഉണ്ടാവില്ല എന്നാണ് അവർ. അപ്പൊ അവരുടെ ചിത്തം എങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ആ നിർമ്മലമായ പ്യുവർ കോൺഷ്യസ്നെസ്, അല്ലെ, ചിതാകാശം, അതേപോലെ വളരെ പീസ്ഫുൾ ആയിരിക്കും, ശാന്തമായിരിക്കും, അത് നിശ്ചലമായിരിക്കും. ജ്ഞാനികളുടെ ചിത്തം അങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ചെയ്താലും അവർക്ക് അതിനോടൊരു ബന്ധം ഉണ്ടാവില്ല. ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അതിനോട് യാതൊരുവിധ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ആരുടെ മനസ്സാണോ, ആരുടെ ചിത്തമാണോ എപ്പോഴും നിശ്ചലമായിരിക്കുന്നത്, ഉള്ളില് ചിത്തവൃത്തികളൊന്നും ഇല്ലാതെ, ചഞ്ചലമല്ലാതെ നിശ്ചലമായിരിക്കുന്ന ആരുടെ ചിത്തമാണോ, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സംസാരം തന്നെ ഇല്ല എന്ന് പറയാവുന്നവര്. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്, അല്ലെ? കാണുന്ന എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾക്കും ഒരേ ഒരു കാരണം ചിത്തത്തിന്റെ ചലനമാണ്, സ്പന്ദനമാണ് എന്ന് പറയും. അതുകൊണ്ട് രാജാവിനോട് പറയും, രാജാവേ, ഈ ചിത്തത്തിന്റെ സ്പന്ദനവും അസ്പന്ദനവും, രണ്ടവസ്ഥകളുണ്ട്. അതിനെയൊക്കെ ഐക്യപ്പെടുത്തി ഒന്നായി ചേർത്തി ആ എന്നുമുള്ള ആ നിത്യമായിരിക്കുന്ന ആ വസ്തുവില്, അതില് ലയിച്ചു ചേരൂ, അതില് രമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടൂ എന്ന് പറയാൻ രാജാവിനോട് പറയാം. അപ്പൊ ഇങ്ങനെ കുംഭൻ പറഞ്ഞപ്പോ രാജാവ് അടുത്തൊരു സംശയം ചോദിക്കുന്നു, എങ്ങനെയാണ് ഇത് ഐക്യപ്പെടുന്നത്? ചിത്തത്തിന്റെ സ്പന്ദനാസ്പന്ദനം അതെങ്ങനെയാണ് അതിനെ ഒന്നാക്കാൻ ലയിപ്പിക്കുക എന്ന് ചോദിക്കുക. അപ്പൊ കുംഭന്റെ വേഷത്തിൽ വന്ന ചൂടാല അതിനും മറുപടി, രാജാവേ, സമുദ്രത്തിലെ വെള്ളമല്ലാതെ വേറെ ഒന്നുമില്ല സമുദ്രത്തില്. പക്ഷെ തിരമാലകൾ കാണുന്നുണ്ട്. എന്തോ കണ്ട കാരണം? കാറ്റുകൊണ്ട് ജലം ഇളകും, ജലത്തിലൊരു സ്പന്ദനം ഉണ്ടാകുന്നു. ജലം ചലിക്കുമ്പോഴാണ് സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നത്. അപ്പൊ തിരമാലകൾ ഉണ്ടായി കഴിഞ്ഞാൽ തിരമാലകൾ വേറെയായിട്ട് തോന്നാം പ്രത്യക്ഷത്തിൽ, അല്ലെ? പ്രത്യക്ഷത്തിൽ അത് വേറെയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ യഥാർത്ഥത്തിൽ അത് സമുദ്രത്തിൽ നിന്ന് വേറെയല്ല, സമുദ്രജലത്തിന്റെ ഭാഗം തന്നെയാണ് ഈ തിരമാലകൾ. ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റേ സമുദ്ര ജലം തന്നെയാണ് തിരമാലകളായിട്ട് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സമുദ്ര ജലം തിരമാലയാവാനുള്ള കാരണം? ആ സമുദ്രത്തിലുണ്ടായ ചലനം, കാറ്റടിച്ച് ചലനമുണ്ടായി വെള്ളം തിരമാലയുടെ രൂപം സ്വീകരിച്ചു, അല്ലെ? പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ?
ഇതേപോലെ തന്നെ ബ്രഹ്മത്തില് ബ്രഹ്മമല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയും. അവിടെ വേറൊന്നും തന്നെ ഇല്ല, ബ്രഹ്മം മാത്രമേ. അപ്പൊ ഈ ചിത്തം ചലിക്കുന്നത് കൊണ്ടാണ്, ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അതിൽ വേറൊന്നുമില്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഈ ചിത്തം സ്പന്ദിക്കുമ്പോൾ ചിത്തത്തിന്റെ ചലനം ഈ ഉള്ളതായ ബ്രഹ്മത്തില് പദാർത്ഥങ്ങൾ ഉണ്ടെന്നുള്ളൊരു ഭ്രാന്തി, ഒരു ഭ്രമം ഉണ്ടാക്കും എന്ന് പറയുക. സമുദ്രത്തിലെ ജലം ഇളകിയിട്ട് എങ്ങനെയാണോ തിരമാലകൾ ഉണ്ടാവുന്നത്, അതേപോലെ ചിത്തം ചലിക്കുമ്പോഴാണ് പദാർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ള തോന്നൽ വരുന്നത്. അപ്പൊ ആ പദാർത്ഥങ്ങളെയാണ് അറിവില്ലാത്തവര് ലോകമായിട്ട് കാണുന്നത്, ജഗത്തായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല. അപ്പൊ ഈ ജഗത്തായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ തിരമാലകളെ കാണുമ്പോ തിരമാലകൾ സമുദ്രത്തിലെ ജലം തന്നെയാണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ സമുദ്രത്തിലെ തിരമാലകളും സമുദ്രജലവുമായിട്ട് വ്യത്യാസം തോന്നില്ല. അല്ല, ശരിയല്ല, രണ്ടും ഒന്നാണ്. ആ ഒരു ഉറപ്പുള്ളിൽ വന്നു കഴിഞ്ഞാൽ സമുദ്രത്തിൽ എത്ര വലിയ തിരമാലകൾ ഉണ്ടായാലും അതും വെള്ളമാണെന്നുള്ള ബോധ്യമുണ്ടാവും, ഉള്ളിൽ ഉറപ്പുണ്ടാവും. അതേപോലെ തന്നെ ഈ ജഗത്തിനെ കാണുമ്പോഴും യഥാർത്ഥത്തിൽ ഇത് ബ്രഹ്മം തന്നെയാണ്. അല്ലെ? ആ ചിത്തത്തിന്റെ ചലനം കൊണ്ട് തോന്നപ്പെടുകയാണ്, തിരമാലകളെ പോലെ ജഗത്തായിട്ട് തോന്നപ്പെടുകയാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ, അപ്പൊ ഈ ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ഈ ഒരു ചലനം മാത്രമാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. പിന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കഷ്ടപ്പാടും അനുഭവിക്കേണ്ട ആവശ്യമില്ല ഈ സത്യം ബോധ്യം വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ചിത്തത്തിന്റെ നേരത്തെ പറഞ്ഞ ആ സ്പന്ദനാസ്പന്ദനം അത് ഒന്നായി ചേർന്നിരിക്കുന്നു, അത് ഐക്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അത് ആദ്യം ബോധ്യം വരാൻ എന്ത് വേണം? ചിത്തം നിഷ്പന്ദമായിരിക്കണം എന്നാണ് പറയുന്നത്, നിശ്ചലമായിരിക്കണം എന്ന് പറയുന്നത്. ഇപ്പോ കയറിനെ പാമ്പായിട്ട് കണ്ടു. അപ്പൊ പാമ്പാണെന്ന് തോന്നപ്പെട്ട ആ വസ്തു കയറാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടി ഉണ്ടാവില്ല, പേടി പോകൂലോ. അല്ലെ? കയറിനെ കയറായിട്ട് കാണാതിരുന്നപ്പോ പാമ്പായിട്ട് കണ്ടു കയറിന്റെ സ്ഥാനത്ത്. അപ്പൊ നമ്മളുടെ ഉള്ളില് അത് നമ്മളെ ബാധിച്ചു, നമുക്ക് പേടിയായി. ശരിയല്ലേ? ശരീരം വിറയ്ക്കാൻ തുടങ്ങി, ശാരീരികമായിട്ടും മാനസികമായിട്ടും അത് നമ്മളെ ബാധിച്ചു. നേരെ മറിച്ച് ഇനി തിരിച്ച് ആ പാമ്പാണെന്ന് തോന്നിയ വസ്തു കയറാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കയറിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, കയറിന്റെ ബാധ ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ ചിത്തം നിഷ്പന്ദമാവുമ്പോ അതിലൂടെ ഈ ലോകം, ഈ ജഗത്ത് ഉണ്ടാവുന്നതും ഇല്ലാതാവുന്നതും എങ്ങനെയാണ് എന്നുള്ളത് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗത്ത് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന ആ വസ്തു ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിൽ നിന്ന് വേറൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് ഉള്ളിൽ ബോധ്യം വരും എന്നാണ് പറയുന്നത്. സർവം ബ്രഹ്മമയം. ആ ഒരു ബോധ്യമുള്ള ആ ഒരു ഉറപ്പ് ഉള്ളിലുണ്ടാവും, ഇതാണ് സത്യം. പക്ഷെ അത് ബോധ്യം വരും ഉള്ളില് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ബോധ്യം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ സമയത്ത് നമ്മളുടെ മനസ്സ്, ചിത്തം വളരെ പ്രശാന്തമായിരിക്കും, വളരെ വിശ്രാന്തി അനുഭവിക്കും, സംതൃപ്തി അനുഭവിക്കും, ആനന്ദം നിറഞ്ഞതാകും എന്ന് പറയും അത് ബോധ്യം വന്നു കഴിഞ്ഞാൽ. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഉറപ്പ് വന്ന് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ ചിത്തം ചലിച്ചാലും പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് തോന്നിയാലും പ്രശ്നമില്ല. കാരണം ഇത് ബ്രഹ്മം തന്നെയാണെന്നുള്ള ബോധ്യം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചിത്തത്തില് പിന്നെ വൃത്തികളൊന്നും ഉണ്ടാവില്ല, ചിത്തവൃത്തികളൊന്നും തന്നെ ഉണ്ടാവില്ല, രാഗദ്വേഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായി? അപ്പൊ ചലനമില്ലാത്ത അവസ്ഥ, ഒരു സ്പന്ദനവും അസ്പന്ദനവും ഒരുപോലെയായി. എങ്ങനെയാണ് അത് സാധിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കുംഭൻ രാജാവൻ. കാരണം ആ ആ ഒരു അറിവ് ഉറച്ചു കഴിഞ്ഞാൽ, ആ ഒരു ജ്ഞാനം ഉള്ളിൽ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇനി ചിത്തം ഒന്ന് ചലിച്ചു, മനസ്സൊന്ന് സ്പന്ദിച്ചു, അതിന്റെ ഫലമായിട്ട് കുറച്ച് പദാർത്ഥങ്ങൾ ഉണ്ടായെന്ന് തോന്നിയാലും ബ്രഹ്മഭാവത്തിന് ഭംഗം സംഭവിക്കില്ല എന്ന് പറയുന്നത്, മുറിവ് സംഭവിക്കില്ല എന്ന് പറയുന്നത്. കാരണം എപ്പോഴും ബ്രഹ്മദൃഷ്ടിയാണ് ഉണ്ടാവുക, കാണുന്നത് മുഴുവൻ ബ്രഹ്മമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മനിർവൃതിക്ക് ഒരു തടസ്സവും ആത്മാനുഭൂതിക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് പറയും. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് ആ ഒരു ദൃഷ്ടിയെ നിലനിർത്തിക്കൊണ്ടിരിക്കൂ. എന്താണ് ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഇവിടെ വേറെ വേറെ ആയിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ, പല നാമരൂപങ്ങളായിട്ട് പലതും അങ്ങ് അറിയുന്നുണ്ടെങ്കിലും അത് മുഴുവൻ ബ്രഹ്മമാണ് എന്നുള്ള ദൃഷ്ടി അങ്ങ് നിലനിർത്തൂ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യൂ എന്ന് പറയും. എന്നിട്ട് പറയാണ്, ഇങ്ങനെ അങ്ങേക്ക് അറിയേണ്ടതൊക്കെ ഞാൻ സാമാന്യമായിട്ട് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു.
ഇനിയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. എനിക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ല. ഇനി ഇവിടെ സമയം ചെലവഴിക്കാൻ എനിക്ക് പറ്റില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ പിതാവ് നാരദ മഹർഷി അവിടെ സത്യലോകത്തില് ആ ദേവസഭയിലേക്ക് എത്തുമ്പോഴേക്ക് എനിക്ക് അവിടെ എത്തണം. എന്റെ പിതാവ് ദേവസഭയിൽ എത്തുമ്പോഴേക്ക് എനിക്കും അവിടെ എത്തേണ്ടതുണ്ട്. കാരണം പിതാവ് വരും, നാരദ മഹർഷി വന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ അച്ഛൻ ദേഷ്യം വരും, അദ്ദേഹം കോപിക്കാനിട വരും. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കുംഭൻ പെട്ടെന്ന് അവിടെ നിന്ന് മറഞ്ഞുപോയി എന്ന് പറയുന്നത്. അദ്ദേഹം മുകളിലേക്ക് ഉയർന്നു അവിടെ നിന്ന്. അപ്പൊ കുംഭൻ പോയപ്പോ, തിരിച്ചു പോയി കഴിഞ്ഞപ്പോ രാജാവ് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്ത ആ ഒരു ബ്രഹ്മദൃഷ്ടി ഉണ്ടല്ലോ, എല്ലാം ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്, ആ രീതിയിൽ കാണാൻ, ആ ഒരു ദൃഷ്ടി അതിൽ നിലനിൽക്കാനാണ് പറഞ്ഞത് കുംഭൻ. അപ്പൊ അതിനെ തന്നെ അദ്ദേഹം വിചാരം ചെയ്തു. രാജാവ് വിചാരം ചെയ്യാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ബ്രഹ്മമാണ്, ആ രീതിയിൽ കാണാൻ തുടങ്ങി. അതിനെ തന്നെ വിചാരം ചെയ്ത് അതിൽ ഉറപ്പ് വരുത്തി എന്നാണ് പറയുന്നത്. അതോടുകൂടി രാജാവ് വല്ലാത്തൊരു നിർവൃതി രാജാവിന് അനുഭവിക്കാൻ സാധിച്ചു. വല്ലാത്തൊരു അനുഭൂതി അദ്ദേഹം അനുഭവിക്കാൻ തുടങ്ങി. കാരണം ഇതെല്ലാം ബ്രഹ്മമാണ്, ഒരൊറ്റ വസ്തുവാണ്. അപ്പൊ അദ്ദേഹം ആ ഒരു ഉയർന്ന ആ ഒരു അവസ്ഥ, ആ ഒരു ദിവ്യമായ ആ ഒരു അവസ്ഥ, അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് അദ്ദേഹം വിചാരം ചെയ്യണം, ചിന്തിക്കും. അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയണം. അതൊക്കെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ള വല്ലാത്ത ചാരിതാർത്ഥ്യം ഉണ്ടായി എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ സന്തുഷ്ടനായി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിശ്ചലമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നിശ്ചലമായിട്ട് അങ്ങനെ ആ ഒരു ആത്മനിർവൃതിയിൽ മുഴുകി അങ്ങനെ അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം ഇരിക്കുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് അദ്ദേഹം നിർവികൽപ്പ സമാധിയിലേക്ക് ഉയർന്നു. നിർവികൽപ്പ സമാധിയിൽ ലയിച്ചു ചേർന്നു. ആ നിർവികൽപ്പ സമാധിയിൽ തന്നെ അദ്ദേഹം വളരെ കാലം അങ്ങനെ വിശ്രമിച്ചു. ആ ഒരു അവസ്ഥയിൽ എന്താണ് പൂർണ്ണമായിട്ടുള്ള വിശ്രമം. ആ ഒരു നിർവികൽപ്പ സമാധിയിൽ അദ്ദേഹം കുറച്ചു കാലം അങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് പറയാം. ഇവിടെ ചൂടാലയാണെങ്കിൽ കുംഭന്റെ വേഷം ധരിച്ചു വന്നാണല്ലോ ആള്. രാജാവിനോട് യാത്രയും പറഞ്ഞ് നേരെ മേലോട്ട് പൊങ്ങി. മേലോട്ട് വരുന്ന കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോ വീണ്ടും വേഷം മാറി ചൂടാലയായി മാറി കൊട്ടാരത്തിൽ വന്നു. തന്റെ രാജ്യകാര്യങ്ങളൊക്കെ വേണ്ട പോലെ നിർവഹിച്ചു. അങ്ങനെ ഒരു 3 കൊല്ലം വീണ്ടും കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 3 കൊല്ലം റാണി വീണ്ടും കൊട്ടാരത്തിൽ നിന്ന് രാജ്യം ഭരിച്ചു. പിന്നെ ഒരു ദിവസം 3 കൊല്ലം കഴിഞ്ഞപ്പോൾ റാണിക്ക് തോന്നി, ഒന്നുകൂടി രാജാവിനെ ഒന്ന് പോയി സന്ദർശിച്ചു വരാം എന്ന് തോന്നുകയാണ്. അപ്പൊ ഒരു ദിവസം രാത്രി കൊട്ടാരത്തിൽ ആരും അറിയാതെ വീണ്ടും പതിവ് പോലെ മുകളിലേക്ക് വരുന്നു. എന്നിട്ട് രാജാവിനെ കാണാനായിട്ട് പുറപ്പെട്ടു. അപ്പോ ആ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ റാണി വേഷമൊക്കെ മാറി, കുംഭന്റെ വേഷം ധരിച്ചു. കാരണം രാജാവിന്റെ മുമ്പിൽ വരുമ്പോ വേഷം മാറണം, ഇല്ല, കുംഭന്റെ വേഷത്തിലാവണം. നേരത്തെ കുംഭനായിട്ടാണല്ലോ ജ്ഞാനം ഉപദേശിച്ചത്. അപ്പൊ സങ്കല്പം കൊണ്ട് കുംഭന്റെ രൂപം ധരിച്ചു. എന്നിട്ട് താഴത്തേക്ക് നോക്കി, മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോ രാജാവ് പർവ്വതത്തില് അനങ്ങാതിരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഒരു പ്രതിമ പോലെ അനങ്ങാതെ നിശ്ചലമായിട്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ടു. മുകളിൽ നിന്ന് നോക്കിയപ്പോ സാവകാശം താഴേക്ക് ഇറങ്ങി വന്നു. ചൂടാല താഴേക്ക് ഇറങ്ങി, കുംഭവേഷധാരിണിയായ ചൂടാല താഴേക്ക് ഇറങ്ങി. എന്നിട്ട് രാജാവിന്റെ മുന്നിൽ വന്ന് നിന്നു. മുന്നിൽ വന്ന് നോക്കിയപ്പോ രാജാവ് അനങ്ങാതെ നിശ്ചലമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ശ്വാസോച്ഛ്വാസം പോലും ഇല്ല, നിശ്ചലമായിട്ടിരിക്കുന്നു. അപ്പൊ ആ നിശ്ചലമായ അവസ്ഥ കണ്ടപ്പോ റാണിക്ക് ബോധ്യായി, ഇത് വളരെ കാലമായി ഇങ്ങനെ ഇരിക്കണോ എന്നുള്ള കാര്യം ബോധ്യായി. കുറെ കാലമായിട്ട് ഇങ്ങനെ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി എന്ന് റാണിക്ക് ബോധ്യായി. വളരെ കാലമായിട്ട് ഈ ഒരു നിർവികൽപ്പ അവസ്ഥയിൽ അദ്ദേഹം മുഴുകിയിരിക്കുകയാണ് എന്ന് റാണിക്ക് ബോധ്യായി. പക്ഷെ ഒന്നുകൂടെ നോക്കിയപ്പോ റാണിക്ക് തോന്നി ഇനി ജീവൻ പോയോന്ന് പോലും തോന്നി. കാരണം ഒരു അനക്കൂല്ല, ശരീരമൊക്കെ തണുത്തിരിക്കുന്ന, ഒരു അനക്കൂല്ല എന്ന് പറയുന്നു. അപ്പൊ റാണിക്ക് സംശയമായി, ജീവൻ പോയോ എന്ന് സംശയമായി. പക്ഷെ എന്നാലും ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോ, സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു, സ്പർശിച്ചൊക്കെ നോക്കിയപ്പോ മനസ്സിലായി ജീവൻ പോയിട്ടില്ല, ഉള്ളില് സത്വം ഉണ്ട് ഇപ്പോഴും എന്ന് ബോധ്യായി. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോ എങ്ങനെ ഇത് മനസ്സിലാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ചൂട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ശരീരത്തിൽ. അപ്പൊ തൊട്ട് നോക്കിയിട്ട് ചൂടുണ്ടെങ്കിൽ ആ ജീവൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സമാധിയാവസ്ഥയിലേക്ക്, നിർവികൽപ്പ സമാധിയിൽ മൊഴിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ ശരീരം തൊട്ട ചൂടൊന്നും അനുഭവപ്പെടില്ല. ഒരു സ്പന്ദനം ഉണ്ടല്ലോ, ഹൃദയമെടുപ്പ് പോലും ഉണ്ടാവില്ല, തൊട്ട് കഴിഞ്ഞാൽ ഒരു അനക്കം ഉണ്ടാവില്ല. അപ്പൊ മരിച്ചുപോയ പോലെ സംശയം തോന്നും.
അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൊണ്ട് സത്വമുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റില്ല. പക്ഷെ പിന്നെന്താ മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ മരിച്ച ആളും സമാധി അവസ്ഥയിലിരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം അവരെ തിരിച്ചറിയുന്ന എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ടാണ്. ഇപ്പൊ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ശരീരം ക്ഷയിക്കാൻ തുടങ്ങും, ദ്രവിക്കാൻ തുടങ്ങും, വാടാൻ തുടങ്ങും, ശരീരത്തിന് ക്ഷീണം സംഭവിക്കും. പക്ഷേ സമാധി അവസ്ഥയിലിരിക്കുന്ന ആള് എത്ര തന്നെ അനങ്ങാതിരിക്കുകയാണെങ്കിൽ, എത്ര കാലം സമാധി കഴിഞ്ഞാലും ശരീരത്തിന് മാറ്റം ഉണ്ടാവില്ല, ശരീരത്തിന് ക്ഷീണം ഉണ്ടാവില്ല എന്നാണ്. ശരീരത്തിന് ക്ഷീണം ഉണ്ടാവില്ല, ശരീരം ക്ഷയിക്കില്ല എന്ന് പറയും. എങ്ങനെയാണോ തുടക്കത്തിൽ സമാധി അവസ്ഥ തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ഇത്ര. അതുകൊണ്ടാണ് ഗുരുജി പറയാറുള്ളത്, സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ ഒരു വസ്തു കയറ്റി വെച്ച പോലെയാണെന്നാണ് അവർ. നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ഫ്രീസറിൽ കയറ്റി വെക്കാറില്ലേ? ഫ്രീസറിൽ കയറ്റി വെക്കുമ്പോൾ അത് എടുക്കുമ്പോഴും വെച്ച പോലെ തന്നെ ഉണ്ടാവും. അതേപോലെയാണ് ഈ സമാധി അവസ്ഥയിലും എന്നാണ് പറയുന്നത്. ശരീരം ക്ഷീണിക്കില്ല. എങ്ങനെയാണോ തുടക്കം അതേപോലെ തന്നെ ഉണ്ടാവുന്നതാണ്. ശരീരത്തിന് വാട്ടമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഇതൊക്കെ ഈ രീതിയിൽ പരിശോധിച്ച് ചൂടാലയ്ക്ക് മനസ്സിലായി, രാജാവിന്റെ ജീവൻ പോയിട്ടില്ല, സത്വം ഇപ്പോഴും ഉള്ളിലുണ്ട്, ഹൃദയത്തിലുണ്ട് എന്ന് ബോധ്യായി. അപ്പൊ ചൂടാല രാജാവിനെ ഉണർത്താൻ തീരുമാനിച്ചു. അപ്പൊ വിളിച്ചിട്ടൊന്നും അനങ്ങണില്ല. രാജാവ് കേട്ടതായിട്ടേ ഭാവിക്കുന്നില്ല. അപ്പൊ അവസാനം ചൂടാല അട്ടഹസിച്ചു എന്ന് പറയുകയാണ്. വളരെ ഉച്ചത്തില് അട്ടഹാസം മുഴക്കി എന്ന് പറയുന്നത് രാജാവിനെ ഉണർത്താനായിട്ട്. ഇങ്ങനെ പലതവണ അട്ടഹസിച്ചിട്ടും രാജാവ് ഉണരുന്നില്ല. അവസാനം രാജാവിന്റെ ശരീരത്തെ പിടിച്ച് കുലുക്കി, എന്നിട്ടും കണ്ണു തുറക്കണില്ല, അറിയുന്നില്ല. അവസാനം തള്ളി മറിച്ചിട്ടു. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടി തള്ളി താഴെട്ടു, മറിച്ചിട്ടു, എന്നിട്ടും രാജാവ് ഉണരുന്നില്ല. അപ്പൊ ഇനി എന്താ വഴി? റാണിക്കാണെങ്കിൽ ഒരുപാട് സിദ്ധികളുണ്ട്, യോഗശക്തി വളരെയധികം ഉള്ള ആളാണ് ചൂടാല. അപ്പൊ തന്റെ യോഗശക്തി കൊണ്ട് കൂട് വിട്ട് കൂടുമാറല് അത് പ്രയോഗിച്ചു ഇവിടെ റാണി. തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് രാജാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഒന്ന് ചലിപ്പിച്ചു എന്ന് പറയണം. അദ്ദേഹത്തിന്റെ ചിത്തം ചലിച്ചോടുകൂടി പുറത്തു വന്ന് വീണ്ടും കുംഭന്റെ തന്റെ ശരീരത്തിനെ കയറിയിരുന്നു. എന്നിട്ട് രാജാവിന്റെ മുന്നിലിരുന്നു, എന്നിട്ട് സാമഗാനം ആലപിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ രാജാവിന്റെ ഉള്ളിലാണെങ്കിൽ ആ ചിത്തം സ്പന്ദിക്കാൻ തുടങ്ങിയതോടുകൂടി രാജാവിന്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഉണർന്നു എന്ന് പറയാണ്. ഇന്ദ്രിയങ്ങളൊക്കെ ഉണർന്നു, രാജാവ് സാവകാശം കണ്ണുമിഴിച്ചു എന്നാണ് പറയുന്നത്. രാജാവ് കണ്ണുമിഴിച്ചു നോക്കുകയാണ്. അപ്പൊ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ രാജാവ് സമാധിയിൽ നിന്ന് ഉണർന്നു. കണ്ണുമിഴിച്ചു നോക്കിയപ്പോ മുന്നില് കുംഭൻ ഇരിക്കുന്നു. അപ്പോ കുംഭനെ കണ്ടതോടുകൂടി വളരെയധികം അദ്ദേഹത്തിന് ആശ്ചര്യമായി, സന്തോഷമായി. ഉടനെ എഴുന്നേറ്റു, അദ്ദേഹത്തിനോട് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നെ വീണ്ടും ധന്യനാക്കി തീർക്കാൻ വേണ്ടിയാണ് അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങയെ വീണ്ടും കാണാൻ സാധിച്ചുകൊണ്ട് ഞാൻ വളരെ ധന്യനായിരിക്കുന്നു, വളരെ ചാരിതാർത്ഥ്യം അനുഭവിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ കുംഭൻ പറയുകയാണ്, രാജാവേ, ഞാൻ ഇവിടുന്ന് അങ്ങയെ വിട്ടുപോയ ശേഷം എന്റെ മനസ്സിൽ എപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നിനെ കുറിച്ചും ആലോചിച്ചിട്ടില്ല. ഞാൻ അങ്ങയെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ് അങ്ങെന്ന് രാജാവിനോട് പറയണം കുംഭൻ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധു അങ്ങ് തന്നെയാണ്, എന്റെ സ്നേഹിതനും അങ്ങ് തന്നെയാണ്, എന്റെ ശിഷ്യനും അങ്ങ് തന്നെയാണ്. അപ്പൊ അങ്ങയുടെ കൂടെ ഇരിക്കുമ്പോൾ ആ ഒരു സുഖം എനിക്ക് സ്വർഗത്തിൽ കിട്ടുന്നില്ല എന്ന് പറയാണ് കുംഭൻ. ഒന്ന് രാജാവിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കുംഭൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ രാജാവിന് വല്ലാത്ത സന്തോഷമായി എന്ന് പറയാണ്. രാജാവ് മറുപടി പറയണം, അങ്ങ് നിസ്സംഗനാണെന്ന് എനിക്കറിയാം, ആരുമായിട്ടും ഒരു സംഘമില്ലാത്ത ആളാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അങ്ങനെയാണെങ്കിലും എന്റെ പ്രസൻസ്, എന്റെ സാമീപ്യം അങ്ങ് ആഗ്രഹിക്കുന്നു, അങ്ങ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എന്റെ പുണ്യം കൊണ്ടാണ് എന്ന് പറയുന്ന രാജാവ്. എന്റെ പുണ്യം കൊണ്ടാണ്. അതിനുശേഷം കുംഭൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഞാൻ ഇവിടുന്ന് പോയ ശേഷം അങ്ങയുടെ അനുഭൂതിയെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ രാജാവ് വിശദമായിട്ട് മറുപടി പറയുന്നുണ്ട്. അത് നാളെ നമ്മൾക്ക് നോക്കാം. രാജാവ് ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. മറ്റെല്ലാം നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം.
ശരീരം നിശ്ചലമായിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ. എല്ലാറ്റിനെയും അറിയുന്ന ബോധം, അതിൽ വിശ്രമിക്കൂ. ഓരോ നിമിഷവും ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ആ ഉണ്മയിൽ വിശ്രമിക്കും. ഈ നിമിഷം ഞാൻ ഉണ്ട്, ആ ഉണ്മയിൽ വിശ്രമിക്കൂ. ചിരിയോടുകൂടി ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഗച്ഛധ്വം സംവദധ്വം സംഭൗമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന ഊഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനോ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സകാശതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹതേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടണം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.